ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ദൈവസ്ഥാനത്തിൽ ദൈവവചനവുമായിട്ട് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ വീഡിയോയിൽ കൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇന്ന് അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടു. പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെ കണ്ടുകൊണ്ട് പലരും പല നിലയിൽ പല ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിൽ ഉരുതിരിഞ്ഞു വന്ന ഒരു ചോദ്യമാണ്, ആരാകുന്നു യേശുക്രിസ്തു? ഹു ഈസ് ജീസസ്? യേശുക്രിസ്തു ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിന് വ്യക്തമായ നിലയിൽ ഒരു മറുപടി നൽകുന്ന ഒരു വചനമാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഒരു പക്ഷപാതക്കാരനെ കൊണ്ടുവന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നിരാലംബനായ, ആശ്രയമില്ലാത്ത, പരസഹായം കൂടാതെ ജീവിക്കുവാൻ കഴിയാതിരിക്കുന്നതായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ യേശുക്രിസ്തു ആരാണെന്ന് ആ ഒറ്റ വ്യക്തികൾ കൂടെ യേശു തന്നെ വെളിപ്പെടുത്തുന്നതായ സംഭവം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം, അല്ലെങ്കിൽ ഈ സമയത്ത് നാം കർത്താവിൻ്റെ വചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന വലിയൊരു സത്യം, നാം വിശ്വസിക്കുന്ന കർത്താവ് ആരാണെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ വായിക്കുന്നത്, ഒന്നാമത്, ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടു. ഒന്ന്, യേശു ക്രിസ്തു ആരാണ്? ഹു ഈസ് അവർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ കാണുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം എന്താണ് അതെന്ന് വ്യക്തമായി അറിയുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ പക്ഷപാതക്കാരനെ കൊണ്ടുവന്നവരുടെ ഹൃദയത്തിലെ വിശ്വാസം, ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ ആ പക്ഷപാതക്കാരൻ്റെ വീട്ടിലുള്ള ആരുടെയും അതേ ഹൃദയത്തിലുള്ളതിനേക്കാൾ അധികമായി, അല്ലെങ്കിൽ അവരാരും ഈ പക്ഷപാതക്കാരൻ്റെ ഹൃദയം കാണാതിരുന്നപ്പോൾ യേശു ഈ പക്ഷപാതക്കാരൻ്റെ ഹൃദയത്തിലെ വിശ്വാസം കാണുകയാണ്. നമ്മളുടെ ദൈവം ആരാണ്? യേശു ക്രിസ്തു ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ കാണുന്നവനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ നമ്മൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ടോ, അല്ലെങ്കിൽ നാം കർത്താവിൽ ആശ്രയിക്കുമ്പോൾ എത്രയധികം വിശ്വാസത്തോടു കൂടിയാണോ ഈ കർത്താവിൽ വിശ്വസിക്കുന്നതോ ആശ്രയിക്കുന്നതെന്നോ, നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ ആ ക്വാണ്ടിറ്റിയെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത് അവിടെ കാണുന്നത്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ആരാണ് എന്നുള്ള ചോദ്യത്തിന് രണ്ടാമത്തെ ഉത്തരം കിട്ടുന്നു. മനുഷ്യൻ്റെ പാപങ്ങളെ പരിഹരിച്ച് നൽകുവാൻ കഴിയുന്നവനത്രേ യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് യേശുവിൻ്റെ നാമമാണ്. ഇവിടെ പക്ഷപാതക്കാരനോട് പറയുകയാണ്, മകനെ, നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു. അവിടെയുള്ള പുരോഹിതന്മാർക്കോ അവിടെയുള്ള അവനെ കൊണ്ടുവന്ന ബന്ധുക്കൾക്കോ ചാർച്ചക്കാർക്കോ അല്ലെങ്കിൽ ആർക്കും ഈ മനുഷ്യൻ്റെ രോഗത്തെയാണ് അവർ കണ്ടത്. എന്നാൽ യേശു രോഗത്തെക്കാൾ അധികമായി ഈ മനുഷ്യനിലുള്ള പാപത്തെ കണ്ടത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് കണ്ടാതാണ് കർത്താവ് പറയുന്നു, ഇവൻ്റെ രോഗത്തിൻ്റെ പ്രധാന കാരണം ഇവൻ്റെ പാപമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പാപമാണ്. പാപത്തെ കാണുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമേ കഴിയുവാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിലുള്ള മനുഷ്യർക്ക്, നമ്മളുടെ അല്ലെങ്കിൽ നാം ആശ്രയിക്കുന്ന വൈദ്യശാസ്ത്രത്തിന് നമ്മുടെ ഉള്ളിലുള്ള പാപത്തെ കണ്ട് ട്രീറ്റ് ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ കാണുന്ന ഒരു ദൈവമാണ്. കാരണം പല രോഗങ്ങൾക്കും നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പ്രധാനമായ കാരണം നമ്മുടെ ഉള്ളിലുള്ള പാപമാണ്. ദൈവത്തിന് സ്തോത്രം. അതേ, ഇന്ന് നാം ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായ ഒരു ചോദ്യം ഇതാണ്. ഇന്നുവരെയും ആരും കാണാത്തതായ ഒരു കാര്യമാണ് നമ്മുടെ പാപമെങ്കിൽ അത് യേശു കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ യേശു ആണ് പക്ഷപാതക്കാരനോട് പറയുകയാണ്, മകനെ, നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു. ആർക്കാണ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു നൽകുവാൻ കഴിയുന്നത്? മനുഷ്യർക്കാർക്കും നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു നൽകുവാൻ കഴിയത്തില്ല. ഒരു സംഘടനയ്ക്കോ ഒരു സഭയ്ക്കോ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു നൽകുവാൻ കഴിയത്തില്ല.
പറ്റത്തില്ല. യേശു ക്രിസ്തുവിനാണ് നമ്മുടെ പാപങ്ങൾ അതേ ക്ഷമിച്ചു നൽകുവാൻ സാധിക്കുന്നത്. ആകയാൽ യേശു നമ്മുടെ വിശ്വാസത്തെ കാണുന്നു. യേശു നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ശരീരം കൊണ്ട് നാം ചെയ്യുന്ന സകല പാപത്തെയും ക്ഷമിച്ചു നൽകുന്നവൻ യേശുവത്രേ. മൂന്നാമത് അവിടെ പറയുകയാണ്, അതേ എന്ന് പറഞ്ഞു, എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവർ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു, യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു. 3, യേശുക്രിസ്തു ആരാണ്? മറ്റുള്ളവരുടെ നിരൂപണങ്ങളെ അറിയുന്നവനായ ദൈവം എന്ന് പറഞ്ഞാൽ, യേശു ആ പക്ഷപാതക്കാരനോട് ഇടപെടുമ്പോൾ, ആ പക്ഷപാതക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനെ ആ പ്രവൃത്തികളെ കുറ്റം വിധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ ആ മനുഷ്യൻ്റെ നിരൂപണങ്ങളെ അറിയുന്നവനായ കർത്താവ്. സ്തോത്രം. നാം ഒരു കാര്യം മനസ്സിലാക്കണം, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് കരുതിയല്ല നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ നയിക്കേണ്ടത്. എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് എന്തറിയുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു അത് നമ്മുടെ കർത്താവ് അറിയുന്നുണ്ട്. അത് കർത്താവ് അത് നോക്കിക്കോളും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ആരാകുന്നു നമ്മുടെ കർത്താവ്? നമ്മുടെ കർത്താവ് നമ്മുടെ വിശ്വാസത്തെ കാണുന്ന ദൈവമാണ്. 2, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു നൽകുന്ന ദൈവമാണ്. 3, അവൻ നമ്മുടെ ഹൃദയത്തെയും ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതായ കാര്യങ്ങളെയും സകല നിരൂപണങ്ങളെയും നമ്മുടെ ഹൃദയ വിചാരങ്ങളെ സകലത്തും അറിയുന്നവനായ ദൈവം. അതുകൊണ്ടാണ് വചനം പറയുന്നു, അവൻ്റെ കണ്ണ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. സകലത്തെയും അറിയുന്നവനായ ഒരു ദൈവത്തെ അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അതിൻ്റെ 6ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുന്നു, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറയുന്നു. ആരാകുന്നു യേശു ക്രിസ്തു? പക്ഷപാതക്കാരന് സൗഖ്യം കൊടുത്തവൻ അത്രേ യേശു ക്രിസ്തു. ഇന്ന് പകൽക്കാലം നാം ഓർത്തുകൊള്ളുക, നമ്മുടെ ദൈവം ആരാണ്? നാം ആശ്രയിക്കുന്ന ദൈവം ആരാണ്? അവൻ നമ്മുടെ സൗഖ്യദായകനായ ദൈവമാണ്. ഈ വീഡിയോയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശു ക്രിസ്തു സകലത്തിനും മതിയായവനാണ്. നമ്മുടെ സകല രോഗങ്ങൾക്കും മതിയായവനാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്താഗതികൾക്ക് മതിയായവനാണ്. നമ്മുടെ സങ്കടങ്ങൾക്ക് മതിയായവനാണ്. നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മെ കരം പിടിച്ചുയർത്തുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവാണ്. ആകയാൽ ഈ കർത്താവിൽ നമുക്ക് ശരണം പ്രാപിക്കാം. അവസാനമായതിൻ്റെ 7ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അതേ, അവൻ മഹത്വം സ്വീകരിപ്പാൻ യോഗ്യനായവനാണ്. 7ാം വാക്യം അവസാനം തീരുന്നത് എങ്ങനെയാണ്? അതേ, മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് കാണുന്നു. നമ്മുടെ യേശു ക്രിസ്തു ആരാണ്? സകലത്തിനും മഹത്വത്തിന് യോഗ്യനായവനാണ്. ആകയാൽ ഈ വചനത്തിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റ കാരണം എന്തെന്നോ, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു നൽകുവാൻ കഴിയുന്ന ഒരു കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. ആ പാപങ്ങൾ ക്ഷമിച്ചു നൽകുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഉള്ളങ്ങളെ നിരൂപണങ്ങളെ അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്ന ഒരു കർത്താവ്, നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസത്തെ കാണുന്നവനായ ദൈവം. സ്തോത്രം. അല്പവിശ്വാസമേ നമുക്കുള്ളൂ, കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധികാരികത, വിശ്വാസത്തിൻ്റെ ഉറപ്പിനെ കാണുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ ദൈവത്തോട് പറയാം. തീർച്ചയായും ഈ ദൈവം ഇന്നും എന്നേക്കും അവൻ മതിയായ ദൈവമാണ്. അവൻ നമ്മുടെ സങ്കടങ്ങളെ അറിയുന്നു. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നല്ല പിതാവേ, ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരോട് കർത്താവ് ഇടപെടണമേ. ഈ മക്കൾക്ക് അങ്ങ് ആരാണെന്ന് ഈ ദിവസങ്ങളിൽ അങ്ങ് കാണിച്ചു കൊടുക്കണമേ. അവരുടെ വിശ്വാസത്തെ അറിയുന്ന കർത്താവേ, അവരുടെ പാപത്തെ അറിയുന്ന കർത്താവേ, അവരുടെ കുറവുകളെ അറിയുന്ന കർത്താവേ, അതൊക്കെ മനസ്സിലാക്കി കൊടുത്ത് ദൈവം അവരെ സഹായിച്ചാട്ട് ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ വചനം കേട്ട ഓരോ ഹൃദയങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനായി സ്തോത്രം. അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യം കൊടുത്താട്ട് അവരുടെ രോഗത്തിന്മേൽ അധികാരമുള്ള ദൈവം ഈ വചനത്തിൽ കൂടെ ദൈവം അവർക്ക് സൗഖ്യം കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ വചനം തന്നതിനായി സ്തോത്രം. അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമായതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.